നമസ്കാരം. ആളപായമില്ലെങ്കിലും കോടികളുടെ നാശനഷ്ടമാണ് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ വ്യാപാര സമുച്ചയത്തിലെ തീപിടുത്തത്തിൽ സംഭവിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായി പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പ്രാഥമിക കണ്ടെത്തൽ. അപ്പോഴും കോർപ്പറേഷൻ ഉടമസ്ഥതയിൽ അഗ്നിരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ലാതെ കെട്ടിടങ്ങൾ പ്രവർത്തിക്കുന്നത് എങ്ങനെ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നഗരമധ്യത്തിലുണ്ടായ അഗ്നിബാധ ശമിപ്പിക്കാൻ 25-ലധികം ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഒന്നിച്ചണിനിരന്നിട്ടും 9 മണിക്കൂർ വേണ്ടി വന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യവുമുണ്ട്. ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം ആളപായം ഒഴിഞ്ഞ ഇന്നലത്തെ സംഭവമടക്കം സമീപകാലത്ത് തുടരെ ഉണ്ടാകുന്ന തീപിടുത്തങ്ങളിൽ ആളിപ്പടരുന്നത് ജനങ്ങളുടെ ആശങ്കയല്ലേ? ന്യൂസ് ഈവനിംഗ് പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ വൈകുന്നേരം ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മളോടൊപ്പം അതിഥികളായി ചേരുന്നത് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ശ്രീ വി സുനിൽ, കോഴിക്കോട് ഡെപ്യൂട്ടി മേയർ ശ്രീ മുസാഫിർ അഹമ്മദ്, രാഷ്ട്രീയ നിരീക്ഷകനും സാമൂഹ്യ നിരീക്ഷകനുമായ ശ്രീ എ സജീവൻ, അതോടൊപ്പം തന്നെ ശ്രീ എം കെ രാഘവൻ MP ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ഒപ്പം ഫയർഫോഴ്സിന്റെ മുൻ മേധാവി മുൻ DGP ഡോക്ടർ ബി സന്ധ്യ IPS ഇന്ന് ഈ ചർച്ചയിൽ ടെലിഫോണിൽ പങ്കെടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ശ്രീ വി സുനിൽ, ഈ പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ പ്രാഥമികമായ നിഗമനം, ഷോർട്ട് സർക്യൂട്ട് കൊണ്ടാണ് അഗ്നിബാധ ഉണ്ടായതെന്നാണ്. നമുക്കറിയാം, കോഴിക്കോട്ട് ഏറ്റവും അധികം ജനങ്ങൾ വരുന്ന, ഒരുപാടിടങ്ങളിലേക്കുള്ള ബസ്സിന്റെ നെറ്റ്വർക്ക് ആരംഭിക്കുന്ന പുതിയ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള കെട്ടിട സമുച്ചയത്തിലാണ് തീപിടുത്തമുണ്ടായത്. സമീപകാലത്ത് കോഴിക്കോടൊന്നും കണ്ടിട്ടില്ലാത്ത, ഒരുപക്ഷെ കേരളത്തിൽ തന്നെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ളൊരു രക്ഷാപ്രവർത്തനം നടന്നു ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ. അഗ്നിരക്ഷാ സേന എത്തിയിട്ടും 9 മണിക്കൂർ തീ അണയ്ക്കാൻ വേണ്ടി വന്നതിന് കാരണം പറഞ്ഞത് അവിടെ ഒരു ഫയർ സേഫ്റ്റി സംവിധാനങ്ങളൊന്നും ആ കെട്ടിടങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്നാണ്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഈ വിഷയത്തെ കാണുന്നത് എങ്ങനെയാണ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്? എന്തുകൊണ്ടാണ് തീ അണയ്ക്കാൻ ഇത്രയും പ്രയാസപ്പെടേണ്ടി വന്നത്? പോലീസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ ഷോർട്ട് സർക്യൂട്ട് തന്നെ ആവാം കാരണമെന്നാണ് ഞങ്ങളും സംശയിക്കുന്നത്. അല്ലാതെ മറ്റൊരു മാർഗം, ഒരു ചാൻസ് അവിടെ ഇല്ല. പക്ഷേ എന്തുകൊണ്ട് അവിടെ അങ്ങനെ തീ പടർന്നു എന്നുള്ളത് കൊണ്ട് ഈ കത്തി തുടങ്ങിയതിന് ശേഷം ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ ഫയർ എഞ്ചിൻ അവിടെ വരുന്നത്. അത് തന്നെയാണ് ഈ തീപിടുത്തം ഇത്രയധികം വലുതാവാനുള്ള കാരണം. അതിനുള്ള കാരണങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത്, ഒന്ന് കോഴിക്കോടുള്ള ട്രാഫിക് ജാമുകളാണ്. മറ്റൊന്ന് കോഴിക്കോട് നഗരപരിധിയിലുണ്ടായിരുന്ന ബീച്ചിലെ ഫയർ സ്റ്റേഷൻ നവീകരണത്തിൻ്റെ ഭാഗമായി പൊളിച്ചു മാറ്റി അവിടെ പുതിയൊരു കെട്ടിടം ഉണ്ടാക്കി അവിടെ ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിൻ്റെ പ്രവർത്തനം വളരെ മന്ദഗതിയിൽ നടന്നിട്ട് കോഴിക്കോട് ഉണ്ടായിരുന്ന 6ഓളം ഫയർ എഞ്ചിനുകൾ തൊട്ടടുത്ത സ്റ്റേഷനിൽ, അതായത് മീഞ്ചന്ത, വെള്ളിമാടുകുന്ന് എന്നീ സ്ഥലങ്ങളിലേക്ക് മാറ്റി നിർത്തിയത് കൊണ്ടാണ് ആ ഭാഗത്തു നിന്ന് കോഴിക്കോട് എത്തിച്ചേരാനുള്ള സമയമാണ് ഇന്നലെ ആ കത്തലിൻ്റെ ആക്കം കൂട്ടാനുണ്ടായ കാരണം. അല്ല ശ്രീ സുനിൽ, അതിനിടയിൽ വേറെ ഒരു കാര്യം കേട്ടത്, ഈ വ്യാപാര സമുച്ചയത്തിലെ വ്യാപാര പങ്കാളികൾ തമ്മിൽ തർക്കമുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ കേസ് നിലനിന്നിട്ടുണ്ട്. ഏതാണ്ട് 1 മാസം മുൻപ് ഇതിൻ്റെ ഈ കടയുടമയായ PP മുകുന്ദന് കുത്തേൽക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഇന്നലെ ഉണ്ടായിട്ടുള്ള, അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് താങ്കൾ പറഞ്ഞതുപോലെ പോലീസിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഇതിൻ്റെ ഒരു അട്ടിമറിക്കുള്ള സാധ്യതയൊക്കെ നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? ഈ കാര്യങ്ങളിൽ കൂടി അന്വേഷണം ചെല്ലേണ്ടതുണ്ട് എന്നൊരു അഭിപ്രായം വ്യാപാരി വ്യവസായ ഏകോപന സമിതിക്കുണ്ടോ? ഇവർ തമ്മിലുണ്ടായിരുന്ന തർക്കം, പ്രശ്നങ്ങൾ, അതൊക്കെ നിങ്ങൾക്കറിയാമായിരുന്നു? ഞങ്ങൾ ഇന്നത്തെ വാർത്തയിലാണ് ഞങ്ങളും അത് മനസ്സിലാക്കുന്നത്. അതായത് സംഘടനയിൽ എനിക്ക് അദ്ദേഹവുമായി വ്യക്തിപരമായിട്ടും ബന്ധമുണ്ട്. പക്ഷേ ഞങ്ങളൊന്നും അറിയാത്തൊരു വിഷയമാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. അതിന് പോലീസിൻ്റെ പക്കൽ അത് റിമാൻഡ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതുകൂടി അന്വേഷിക്കണം. അങ്ങനെ ഉണ്ടോ എന്നുള്ളത് അതുകൂടി അന്വേഷിക്കുക. അത് അന്വേഷണത്തിന് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ശരി ശ്രീ സുനിൽ, അവിടെ ഉള്ള കെട്ടിടങ്ങൾ ഇപ്പോൾ എനിക്ക് നന്നായിട്ട് പരിചയമുള്ളതാണ്. എൻ്റെ നാട് മലപ്പുറമാണ്. അപ്പോൾ ഏറ്റവും അധികം കണക്ട് ചെയ്യപ്പെടുന്നത് കോഴിക്കോടാണ്. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഞാൻ എപ്പോഴും നാട്ടിലേക്ക് ബസ് കയറി പോകാറുള്ളത്. ആ ഭാഗത്തെ കെട്ടിടങ്ങൾക്ക് കാലപ്പഴക്കം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ആ സമയത്ത് ലൈസൻസ് കിട്ടി. ഇപ്പോൾ ഇത്
കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർ വാടകയ്ക്ക് കൊടുത്ത കെട്ടിടമാണ്. കോർപ്പറേഷൻ അറിയാതെ തന്നെ അവിടെ വേറെ ചില നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ടാണ് ഫയർഫോഴ്സ് എഞ്ചിനുകളൊക്കെ എത്തി, പാന്തറൊക്കെ എത്തിയിട്ട് പോലും ആ കറക്റ്റ് സ്പോട്ടിലേക്ക് വെള്ളം എത്തിക്കാൻ കഴിയാതെ പോയത്. കാരണം അവിടെയെല്ലാം കെട്ടിമറച്ചിട്ടുണ്ട്, പല പുതിയ നിർമ്മാണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു ഫയർ സേഫ്റ്റി സർട്ടിഫിക്കറ്റ് കിട്ടിയിരുന്നുവെങ്കിൽ, ആ ക്ലിയറൻസ് കിട്ടിയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു. അപ്പോൾ അതിലൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? അല്ല, അങ്ങനെ അവിടെ പിന്നെ വലിയ തോതിലുള്ള കെട്ടിട നിർമ്മാണത്തിൻ്റെ ഒന്നും ഇതുണ്ടായിട്ടില്ല. അവിടെ ഉണ്ടായത് എന്താണെന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനം നിൽക്കുന്നതിൻ്റെ 3 ഭാഗവും, ഇതിൻ്റെ 3 ഭാഗവും കാഴ്ചപ്പാടുള്ള ആളുകൾ കാണുന്ന സ്ഥലങ്ങളാണ്. ഒന്ന് ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തുനിന്ന്, 2 സ്റ്റേഡിയത്തിൻ്റെ ഭാഗത്തുനിന്ന്, 1 ഫോക്കസ് മാളിൻ്റെ ഭാഗത്തുനിന്ന്. അവിടെയൊക്കെ ഇവരെ പരസ്യങ്ങൾ വെച്ചിട്ടുണ്ട്. അത് നല്ല കട്ടിയുള്ള ബോർഡിലുണ്ട്, ഫ്ലക്സ് ഉണ്ട്. അപ്പോൾ അതൊരു തടസ്സമായിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ ഇന്നലെ തന്നെ അവിടുന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പൊളിച്ച് മാറ്റാമായിരുന്നു. ഒരു അത്യാഹിതം വരുമ്പോഴല്ലേ അതിൻ്റെ അകത്തേക്ക് കിടക്കാനുള്ള സംവിധാനം നോക്കുക. 3.5 മണിക്കൂർ അവിടെ ഇങ്ങനെ കളിച്ചതിന് ശേഷമാണ് JCB അടക്കമുള്ള സാധനങ്ങൾ വന്ന് അതൊക്കെ പൊളിച്ചു മാറ്റുന്നത്. അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് അതല്ല ശ്രീ സുനിൽ. അതൊക്കെ ശരിയാണ് താങ്കൾ പറഞ്ഞത്, ഞാനും കണ്ടു. പക്ഷെ അവിടെ ഒരു ഫയർ എക്സ്റ്റിങ്വിഷർ ഉണ്ടായിരുന്നില്ല, തീ അണയ്ക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു സേഫ്റ്റി എക്സിറ്റ് അല്ലെങ്കിൽ ഒരു എമർജൻസി എക്സിറ്റ്, ഒരു അത്യാഹിത ഘട്ടത്തിൽ പുറത്തേക്ക് കടക്കാൻ വേണ്ടിയുള്ള ആ വാതിൽ, അത് നിർബന്ധമാണ്, നിയമപരമായി ഉണ്ടാകേണ്ടതാണ്. അതുണ്ടായിരുന്നില്ല. ഇതൊക്കെ ഇല്ലാതെ എങ്ങനെ അവിടെ ഒരു കെട്ടിടം ഇത്രയും കാലം അവിടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു? അതിനൊക്കെ ലൈസൻസ് കൊടുക്കേണ്ടത് കോർപ്പറേഷനാണ്. അല്ല, അതെ, ഞാൻ വ്യാപാരി വ്യവസായിയെ കുറ്റപ്പെടുത്തിയതല്ലേ. ഞാൻ ചോദിക്കുന്നത് താങ്കൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടോ എന്നറിയാനാണ്. അത് ഞാൻ പറഞ്ഞില്ല. അതെന്താന്ന് പറഞ്ഞാൽ ആ ഒറ്റ സ്ഥാപനത്തിൻ്റെ കസ്റ്റഡിയിലാണ് ഈ ചുറ്റുമട്ടതുമുള്ള ഇതുള്ളത്, വരാന്തകളടക്കം. അതുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത്. അത് പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഇത് തുടങ്ങിയപ്പം തന്നെ അവിടുത്തെ ജീവനക്കാരൊക്കെ പുറത്തേക്ക് സാവധാനമാണ് പോയത്. ആരും അതിനുള്ളിൽ കുടുങ്ങിപ്പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അതിന് നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ മറ്റൊരു വഴി അവിടെ ഇല്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അതെ, മറ്റൊരു വഴിയില്ല. ഞാൻ ഇപ്പോൾ ഒരുപക്ഷെ ഇന്നലെ കാണാത്ത പ്രേക്ഷകരുണ്ടെങ്കിൽ അവർ ആ തീപിടുത്തത്തിൻ്റെ ദൃശ്യങ്ങൾ, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഫയർ എഞ്ചിനുകൾ എത്താൻ വൈകിയതോ, ഫയർ സേഫ്റ്റി ഉദ്യോഗസ്ഥർ അവിടെ സംഭവ സ്ഥലത്ത് എത്താൻ വൈകിയതോ ഒക്കെ ഒരു കാരണമായി പറയാമെങ്കിലും, അതിനപ്പുറത്ത് 25 ഫയർ യൂണിറ്റുകൾ എത്തിയിട്ടും, ഈ എയർപോർട്ടിൽ നിന്ന് പാന്തർ എത്തിയിട്ടും, അത്യാധുനിക സംവിധാനം എത്തിയിട്ടും കൃത്യമായിട്ട് തീ അണയ്ക്കാൻ കഴിയാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവിടെയെല്ലാം കെട്ടിയടച്ചിരുന്നു. താങ്കൾ പറഞ്ഞതുപോലെ പരസ്യ ബോർഡുകൾ ഉണ്ടായിരുന്നു, അഗ്നിരക്ഷാ സേനകൾക്ക് അകത്ത് കടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്താൽ അത് വ്യക്തമാകും. ഇന്നലെ രാത്രി മുഴുവൻ നമ്മൾ കണ്ടത് ആ ഫയർമാൻമാർ വളരെയധികം ബുദ്ധിമുട്ടുന്നതാണ്. അതിന് ഒറ്റ കാരണമേ, അത് കംപ്ലീറ്റ് കെട്ടിയടച്ച സംവിധാനമായിരുന്നു എന്നുള്ളതാണ്. അത് പരിശോധിക്കേണ്ടതാണ്. താങ്കൾ പറഞ്ഞതുപോലെ അതിന് ആരാണ് അതിന് NOC കൊടുത്തത്, ആരാണ് ലൈസൻസ് കൊടുത്തത്, അത് കോർപ്പറേഷനാണ്. അവർ മറുപടി പറയേണ്ട കാര്യമാണ്. ശ്രീ സജീവൻ, കോഴിക്കോട്ടെ തീപിടുത്തം എന്നത് ഈ കഴിഞ്ഞ ഒരു 1-2 മാസമായി നോക്കിക്കഴിഞ്ഞാൽ അടുത്തടുത്തായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായ സംഭവം, അതുപോലെ തന്നെ ഈ 4-ാം ഗേറ്റിന് സമീപം അവിടെ ഒരു തേർവീട് റോഡിൽ ആക്രി സൂക്ഷിച്ചിരുന്ന ഗോഡൌണിന് തീപിടിച്ച കാര്യം നമ്മൾ കണ്ടതാണ്. അതായത് അത് റെസിഡൻഷ്യൽ ഏരിയ, അത് ഗോഡൌൺ ആക്കി മാറ്റിയതായിരുന്നു. അവിടെയാണ് തീപിടുത്തം ഉണ്ടായത്. അപ്പോൾ തീപിടുത്തം ഉണ്ടാകുന്നു എന്നത് സാധാരണ പോലെ സംഭവിക്കുന്നു. തീപിടുത്തം ഉണ്ടായാൽ അത് അണയ്ക്കാൻ പാടുപെടുന്ന സാഹചര്യം ഇന്നലെ നമ്മൾ കോഴിക്കോട്ട് കണ്ടു. എന്താണ് താങ്കൾ ഈ വിഷയത്തെ മൊത്തമായി ഇതിനെ കാണുമ്പോൾ എവിടെയൊക്കെയാണ് പാകപ്പിഴകളുള്ളതായിട്ട്, പിഴവുകൾ സംഭവിച്ചതായിട്ട് താങ്കൾക്ക് തോന്നുന്നത്? അതോടൊപ്പം ശ്രീ സജീവൻ, ഇതിൽ എന്തെങ്കിലും ഒരു അട്ടിമറി സംശയിക്കേണ്ടതുണ്ടോ? ഇത് നമ്മൾ പറയല്ലോ, കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല എന്നുള്ളത്. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. മിഠായി തെരുവ്, മൊയ്തീൻപള്ളി റോഡ് ഭാഗത്തുണ്ടായ തീപിടുത്തം നമ്മൾ കണ്ടതാണ്. അവിടെ ആ സമയത്ത് അത് മുഴുവൻ കത്തി നശിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണമായത് അതിനടുത്തേക്ക് ഫയർ എഞ്ചിനിൽ നിന്ന് പോകാൻ പോലും പറ്റാത്ത രൂപത്തിൽ അത്രയും ഉടുസായിട്ടുള്ള സ്ഥലമായതുകൊണ്ടാണ്. അങ്ങനെ ഉള്ള ഒരു സംഭവം ഉണ്ടായിട്ട് എത്ര വർഷമായി? അതിനെക്കുറിച്ച് അന്വേഷണങ്ങൾ ഉണ്ടായിരുന്നു, പലതരത്തിലുള്ള പരിഹാരങ്ങളെ കുറിച്ച് പറഞ്ഞതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഇപ്പൊ സാധാരണയിൽ മറ്റേ മിഠായി തെരുവിലോ അല്ലെങ്കിൽ മൊയ്തീൻപള്ളി റോഡിലൊക്കെ ഉണ്ടായതുപോലെ അത്രയും കുടുസായ സ്ഥലമല്ല ഇത്. വാഹനങ്ങളൊക്കെ എളുപ്പത്തിൽ വരാൻ പറ്റുന്നത്. പക്ഷെ അവിടുത്തെ പ്രശ്നം ഇപ്പോൾ സുനിലിനെ പറഞ്ഞ പോലെയല്ല. അത് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് കട്ടിയുള്ള ബോർഡ് വെച്ചിട്ടാണ് അടച്ചിട്ടുള്ളത്. ഞാൻ ഈ സംഭവം തീപിടുത്തം ഉണ്ടാവുന്ന ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, അതിൽ ഫയർ സ്റ്റേഷൻ എന്നൊക്കെ വാഹനങ്ങൾ വരാൻ വൈകുന്നേരം എത്തിപ്പെടാനുള്ള വലിയ പ്രയാസമൊന്നുമില്ല. ഇപ്പം ബീച്ചിൽ നിന്ന് വരുന്നതിനേക്കാൾ എളുപ്പത്തിൽ
മീഞ്ചന്തയിൽ നിന്ന് അവിടേക്ക് പുതിയ സ്റ്റാൻഡിന്റെ അവിടേക്ക് വരാൻ പറ്റും. വെള്ളിമാടൊന്നും അധികം ദൂരമൊന്നുമില്ല. അപ്പൊ സത്യത്തിൽ ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ വന്ന ഫയർ എഞ്ചിനുകൾക്ക് ആ തീപിടുത്തം ഉണ്ടായ ഭാഗത്തേക്ക്, തീ കത്തുന്ന ഭാഗത്തേക്ക് വെള്ളം അടിച്ചു കയറ്റിയിടത്ത് കെടുക്കാനുള്ള ഒരു സൗകര്യമേ ഉണ്ടായിരുന്നില്ല. അതാണ് ഉണ്ടായത്. നമ്മൾ കണ്ടാണ് അവസാന സമയത്തൊക്കെ ഈ എയർപോർട്ടിൽ നിന്നുള്ള ഈ അവരുടെ ഏറ്റവും ആധുനികമായിട്ടുള്ള ഈ സംവിധാനങ്ങളൊക്കെ ഉള്ള ഫയർ എഞ്ചിനുകളൊക്കെ വന്നിട്ട് പോലും അതിനകത്തേക്ക് കടക്കാത്ത അത്രയും ഭീകരമായ രൂപത്തിൽ അവിടെ ഈ അടച്ചു കെട്ടി മൂടിയുള്ള അവസ്ഥ. അതാണ് സത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായത്. കാരണം അതല്ലായിരുന്നെങ്കിൽ തൊട്ട് താഴെയുള്ള ആ മെഡിക്കൽ ഷോപ്പിന്റെ അവിടേക്കൊന്നും തീ വരില്ല. കാരണം അതൊക്കെ അവിടേക്കൊക്കെ എത്തണമെങ്കിൽ മുകളില് അത്രയും ഭീകരമായിട്ട് കത്തിക്കഴിഞ്ഞാൽ മാത്രമേ താഴോട്ട് വരുള്ളൂ. അങ്ങനെ ഏത് ഭാഗത്തു നിന്നും ഫയർ എഞ്ചിനുകൾക്ക് വന്നിട്ട് തീ അണയ്ക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് പോലും അവിടെ തീ അണയ്ക്കാൻ പറ്റാതായതിന് കാരണം ഈ മറ്റൊന്നുമല്ല, ഇത് അടച്ചു കെട്ടി വെച്ചു. അത്രയും ഭീകര, വെറും ഫ്ലെക്സ് ബോർഡ് ഒന്നുമല്ല, ബോർഡ് വെച്ച് പേരെഴുതിയ ബോർഡ് വെച്ചു എന്ന് പറയുന്നതിന് അങ്ങനത്തെ ബോർഡ് ചെറിയ ബോർഡൊന്നുമല്ല. ഇത് വളരെ കട്ടിയുള്ള സാധനങ്ങളാണ് വെച്ചിട്ടുള്ളത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അവസാന ഘട്ടത്തിൽ പോലും ഇതിനകത്തേക്ക് ഈ കത്തിയ ഭാഗം കെടുത്തി കഴിഞ്ഞാൽ വീണ്ടും അവിടെ കത്തുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. മാത്രമല്ല അവിടുത്തെ സ്റ്റോക്ക് അത് നിറയെ ഒരാൾക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ പറ്റാത്ത അത്രയും സ്റ്റോക്ക് ഉണ്ടായിരുന്നു പറയുന്നു. ഇതൊക്കെ തന്നെയാണ് വലിയ പ്രശ്നം. അല്ല സജീവൻ സാർ, നമുക്കറിയാവുന്നതാണല്ലോ, ഇപ്പോൾ കോഴിക്കോട് ഈ വ്യാപാര കേന്ദ്രങ്ങളാണ് ആ ഭാഗങ്ങളിലൊക്കെ തന്നെയുള്ളത്. വളരെ പഴക്കം ചെന്ന കടകളുണ്ട്. അതിൻ്റെ പുരാതന സ്വഭാവം നിലനിർത്തേണ്ടതുമാണ്. കാരണം കോഴിക്കോടിൻ്റെ ആ പുരാതന പൈതൃകം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വിലപ്പെട്ടതാണ്. ഇപ്പം ഞാൻ അതിൻ്റെ തൊട്ട് അയൽ ജില്ലയിലുള്ള മലപ്പുറത്തുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നിലനിർത്തേണ്ടതാണ്. പക്ഷേ അതിന് ഈ ആധുനിക സംവിധാനത്തിൽ അല്ലെങ്കിൽ ഈ പുതിയ കാലത്തിനനുസൃതമായ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാവുക, അതിന് മോഡിഫൈ ചെയ്യേണ്ട ഭാഗങ്ങൾ മോഡിഫൈ ചെയ്യുക, അതിന് ലൈസൻസ് കൊടുക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പുനഃപരിശോധിക്കുക, ഇതൊക്കെ വേണം. ഇപ്പോൾ താങ്കൾ പറഞ്ഞ സ്റ്റോക്കിൻ്റെ കാര്യം എനിക്ക് ഒരു സംശയമില്ല. കാരണം അട്ടിയായിട്ടായിരിക്കും ഇതെല്ലാം കെട്ടിവെച്ചിട്ടുണ്ടാവുക. അടുത്തടുത്ത ഇതിൽ നിറയെ സാധനങ്ങളായിരിക്കും. പ്രത്യേകിച്ച് അതൊരു വസ്ത്രവ്യാപാരശാലയാണ്, അതിൻ്റെ ഗോഡൗൺ ആണ്. എല്ലായിടത്തും അടുക്കി വെച്ചിട്ടുണ്ട്. അത് കോഴിക്കോട്ടെ മിക്ക കടകളിൽ ചെന്നാലും നമ്മൾ അങ്ങനെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് എന്താണ് പരിഹാരം? ഇപ്പോൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രതിനിധിയായ ശ്രീ സുനിൽ പറയുന്നു, ഈ അവിടെ ഫയർ യൂണിറ്റുകൾ അത് നേരത്തെ ആ പ്രദേശത്ത് നിന്ന്, അതായത് ടൗൺ ഏരിയയിൽ നിന്ന് പുറത്തേക്ക് മാറ്റിയപ്പോൾ തന്നെ അവരതിൽ എതിർപ്പുകൾ പ്രകടിപ്പിച്ചതാണ്. ഇത് അറിഞ്ഞ ശേഷം ഫയർ യൂണിറ്റുകൾ എത്താൻ വൈകി. അതൊരു കാരണമായി പറയാമെങ്കിൽ പോലും എത്തിയ 25 യൂണിറ്റിനും ഇത് തീ അണയ്ക്കാൻ 9 മണിക്കൂർ വേണ്ടി വന്നു, അല്ലേ കോഴിക്കോട്ട്? തീർച്ചയായിട്ടും ഞാൻ സുനിൽ പറഞ്ഞ അതിനോട് എനിക്ക് വലിയ യോജിപ്പുന്നില്ല. കാരണം ബീച്ചിൽ നിന്ന് വരുന്നതിനേക്കാൾ, ബീച്ചിലെ ഫയർ ഓഫീസിൽ നിന്ന് വരുന്ന അതിനേക്കാൾ എളുപ്പത്തിലൊന്നും അല്ലെങ്കിൽ പോലും വലിയ വ്യത്യാസമില്ലാതെ മീഞ്ചന്തയിൽ വരാൻ പറ്റും. വെള്ളിമാടൊന്നും അത്ര പ്രയാസമൊന്നുമില്ല. അപ്പൊ അതല്ല പ്രശ്നം. ഫയർ എഞ്ചിൻ ലേറ്റ് ആയതുകൊണ്ടാണ് ഈ ഭീകരമായിട്ടുള്ള ഈ സംഭവം ഉണ്ടായത്, ഇത്രയും തീ നഷ്ടം ഉണ്ടായത് എന്ന് പറയുന്നതിന് യോജിക്കും. ഒറ്റ പ്രശ്നം എന്ന് പറയുന്നത് എത്ര ഫയർ, 25 അല്ല 500 ഫയർ എഞ്ചിൻ വന്നാലും അതിനകത്തേക്ക് വെള്ളം എത്തിക്കണമല്ലോ. അവര് സാഹസപ്പെടുകയെ സ്വന്തം ജീവൻ പോലും പണയം വെച്ചിട്ടുള്ള രീതിയിലാണ് അവർ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതിന് അത്രയും കെട്ടിയടക്കപ്പെടുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അതാണ് ഇനിയുള്ള സമയത്ത് നോക്കേണ്ടത്. നേരത്തെ മിഠായി തെരുവിലൊക്കെ ഉണ്ടായ അതേ സെയിം സംഭവം തന്നെ. അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ പറ്റാത്തത്ര രൂപത്തിൽ ഇത്തരം കെട്ടിടങ്ങൾ ഉണ്ടാവുക, അതെല്ലാം അടച്ചു മൂടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക, അതിലൊക്കെ വെക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ സ്റ്റോക്ക് സൂക്ഷിക്കുക, ഇതൊക്കെയാണ് പ്രശ്നം. അതിന് പിന്നെ ഈ മറ്റു കാര്യം, ഇപ്പൊ നമുക്ക് മാനാഞ്ചിറ അവിടെ ഉള്ളതുകൊണ്ടാണ് ഇത്രയും എളുപ്പത്തിലെങ്കിൽ നടന്നത്. അതിലുണ്ടാവുന്ന വലിയ പ്രശ്നമുണ്ട്. വേറെ എവിടെ നിന്നും ജലം കിട്ടുന്ന രൂപത്തിൽ ഒരു അവസ്ഥയില്ല. പണ്ടൊക്കെ നമ്മുടെയൊക്കെ എത്രയോ കാലത്ത്, ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ പറയില്ല, വട്ടക്കിണർ എന്ന് പറയുന്നത് ഗോപീഷ്ണ അറിയാവുന്നതാണല്ലോ. വട്ടക്കിണർ എന്ന് പറയുന്നത് ഈ അഗ്നിരക്ഷാ സേനയ്ക്ക് വെള്ളമെടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ടാങ്കാണ്. അതേപോലെ അതിപ്പോഴാണ് അത് പ്രശ്നമൊന്നും ഇല്ല. അതിനേക്കാൾ നല്ല സംവിധാനം വെച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ തുറന്നു കഴിഞ്ഞാൽ സാധാരണ ടാപ്പിൽ നിന്ന് അല്ലാത്ത രൂപത്തിൽ വെള്ളം കിട്ടാവുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. അതല്ല സജീവൻ സാർ, അതിനോടൊപ്പം തന്നെ സജീവൻ സാർ, എനിക്കറിയില്ല, ഞാൻ ഈ ഫയർഫോഴ്സ് രംഗത്തുള്ള അതിൽ വൈദഗ്ധ്യമുള്ള ഒരാളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ പ്രധാനപ്പെട്ട ഇപ്പോൾ കോർപ്പറേഷൻ ഏരിയകളിൽ ടൗണുകളിലൊക്കെ തന്നെ നമ്മൾ ഡയറക്റ്റ് കണക്ഷൻ വരുന്ന പൈപ്പിൽ അത് ലോക്ക്ഡ് ആയിരിക്കും. അത് അവിടെ നിന്നും ഡയറക്റ്റ് വെള്ളമെടുത്ത് ഈ ഫയർ എഞ്ചിനുകൾക്ക് നിറയ്ക്കാം അടിയന്തര ഘട്ടത്തിൽ. അതിനുള്ള സ്വാതന്ത്ര്യവും നിയമപരമായ അധികാരവും അവർക്ക് നൽകിയിട്ടുണ്ടെന്നാണ്. പിന്നെ എന്തിനാണ് ഇവർ ഈ വെള്ളം നിറയ്ക്കാൻ തിരിച്ചു പോയതെന്ന് മനസ്സിലായില്ല. അല്ല, അങ്ങനെ നിറയ്ക്കാനുള്ള അനുവാദം, അതിനുള്ള ഒരു സൗകര്യം വേണ്ടേ? ആ സൗകര്യം എന്റെ അറിവില് കോഴിക്കോട്ട് ഒരു സ്ഥലത്തുമില്ല. ഫയർ എഞ്ചിന്
വെള്ളം നിറയ്ക്കാവുന്ന ഒരു സ്ഥലം പോലും കോഴിക്കോട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാനാഞ്ചിറയിൽ നിന്നുള്ള വെള്ളം അല്ലാതെ വേറെ ഒന്നും എടുക്കുന്നില്ല. ഇത് അതിലൊക്കെ പൈപ്പ് പോകുന്നുണ്ടാവും. ഈ പൈപ്പ് പോകുന്നുണ്ടെങ്കിൽ പോലും അവിടെ നിന്ന് അതാണ് ഇപ്പൊ പുതിയ സ്റ്റാൻഡിനടുത്ത് ഒരു സംവിധാനം ഇതേപോലെ ഉണ്ടായിരുന്നെങ്കിൽ ഈ എഞ്ചിനുകളൊക്കെ വെള്ളം കഴിഞ്ഞ ഉടൻ തന്നെ അങ്ങോട്ട് ഓടിപ്പോകേണ്ട കാര്യമില്ല. ഇന്നലെ ഫയർ എഞ്ചിൻ മാത്രമല്ല, മറ്റ് കുടിവെള്ള വിതരണത്തിനുള്ള ലോറികൾ ഉൾപ്പെടെ വന്നിട്ടാണ് വെള്ളം ഇവിടേക്ക് എത്തിച്ചത്. എന്നിട്ട് ഇത്രയും സമയം എടുത്തു പറയുന്ന ഭീകരമായിട്ടുള്ള അവസ്ഥയില്ലേ? ശ്രീ മുസാഫിർ അഹമ്മദ്, സത്യത്തിൽ ശ്രീ മുസാഫിർ അഹമ്മദ്, ഇന്നലെ ഈ കോഴിക്കോട്ടെ തീപിടുത്തത്തിന്റെ വിവരങ്ങൾ വരുമ്പോൾ ഞാനിവിടെ സ്റ്റുഡിയോയിലുണ്ട്. മറ്റു ചില വാർത്തകൾ കൈകാര്യം ചെയ്യുന്ന സമയത്താണ് വളരെ പെട്ടെന്ന് ആദ്യം ഒരു ചെറിയ വാർത്തയായി ഇത് വരുന്നതും പിന്നീട് അതങ്ങോട്ട് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന, സത്യം പറഞ്ഞാൽ തലയിൽ കൈവച്ച് നമ്മൾ പറഞ്ഞത് ആശ്വാസമായ ആൾക്കാർക്കാർക്കും ഒന്നും പറ്റിയില്ല എന്നുള്ളതാണ്. പക്ഷേ എത്ര കോടി രൂപയുടെ 75 കോടി രൂപയുടെ നാശനഷ്ടം. അതിനേക്കാൾ ആശങ്കപ്പെടുത്തുന്ന കാര്യം കോഴിക്കോടിന്റെ നഗരമധ്യത്തിൽ ഇതുപോലെ കെട്ടിടങ്ങൾ നിന്ന് കത്തുമ്പോൾ നോക്കി നിൽക്കാനേ നമുക്ക് കഴിയുന്നുള്ളൂ എന്നുള്ളതാണ്. 25 യൂണിറ്റ് ഫയർഫോഴ്സ് വന്നിട്ട് 9 മണിക്കൂർ കൊണ്ട് തീ അണയ്ക്കാൻ പെടാപ്പാട് പെടുന്ന ഒരു സാഹചര്യം ഈ നാട്ടിൽ ഈ കാലത്ത് വളരെ മോശമാണ്, വളരെയധികം ആശങ്കയുണ്ടാക്കുന്നതാണ് ശ്രീ മുസാഫിർ അഹമ്മദ്. അതുകൊണ്ട് ഇതിൽ എന്തുകൊണ്ടാണ്, ആരുടെ ഭാഗത്താണ് പിഴവ്, വീഴ്ച, എവിടെയാണ് ഇതിലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്നത് ഒരു പൊതു ആവശ്യമാണ്. കോഴിക്കോട് ഡെപ്യൂട്ടി മേയർ എന്ന നിലയിൽ താങ്കൾ ഈ സംഭവങ്ങളുടെ കാരണക്കാരെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? തീർച്ചയായും കോഴിക്കോട്ട് ഉണ്ടായിട്ടുള്ള ഇന്നലത്തെ തീപിടുത്തം സമീപകാലത്തൊന്നും ഉണ്ടാകാത്ത രീതിയിലുള്ള വലിയ തീപിടുത്തം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. മണിക്കൂർ കണക്കെടുത്തുകൊണ്ടാണ് അത് ഏതാണ്ട് കൂടുതൽ അപകടത്തിലേക്ക് പോകാതെ പര്യവസാനിച്ചത്. അതിൽ യാതൊരു തർക്കവുമില്ല, അങ്ങേറ്റ ആശങ്കയുമുണ്ട്. ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ തരത്തിലേക്കുള്ള പിഴവുകളും അതിലെ മറ്റു പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ സംഭവിക്കാതിരിക്കാൻ ആവശ്യമായ കൂട്ടായ പരിശ്രമം നടത്തേണ്ടതുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു കോണുകളിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ടോ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിപ്പെടാതിരിക്കില്ല. എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് കാര്യങ്ങളിൽ. മുസാഫിർ അഹമ്മദ്, ഈ സ്ഥാപനങ്ങൾക്ക് NOC ഉണ്ടായിരുന്നില്ല, ഫയർ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു NOC ഉണ്ടായിരുന്നില്ല, അത് ആരുടെ പിഴവാണ്? അല്ല, ഈ തീപിടുത്തം എന്നുള്ളത് സ്വാഭാവികമായും ഇപ്പം മിഠായി തെരുവിൽ വലിയ തീപിടുത്തം ഉണ്ടായി, പല സ്ഥലങ്ങളിലും തീപിടുത്തം ഉണ്ടായി, ഇനി ഉണ്ടാകാതിരിക്കട്ടെ. ഇതിൽ വർഷങ്ങളോളമായി പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റിനകത്താണ്, നമ്മുടെ കെട്ടിടമാണ് ഇവിടെ നില തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. വളരെ കാലം മുമ്പ്, ഒരു 10-30 വർഷം മുമ്പെയുള്ള കെട്ടിടമാണ്. ഈ യൂണിറ്റ് തന്നെ ഏതാണ്ട് 10-15 വർഷത്തിലധികമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സ്വാഭാവികമായും പഴയ കാലങ്ങളിലെ കെട്ടിടങ്ങളിൽ അഗ്നിശമന സുരക്ഷാ സംവിധാനങ്ങൾ കുറ്റമറ്റതാണ് എന്ന് ആർക്കും പറയാൻ കഴിയില്ല. തീർച്ചയായും ഇത് നമ്മളെ എല്ലാവരെയും താങ്കളെ ഞാൻ തടസ്സപ്പെടുത്തുകയല്ല, ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. അതായത് അവിടുത്തെ ജില്ലാ ഫയർ ഓഫീസർ പറഞ്ഞത് ഈ സ്ഥാപനത്തിന് NOC ഉണ്ടായിരുന്നില്ല, അത് ലഭ്യമാക്കേണ്ട ഉത്തരവാദിത്വം കോർപ്പറേഷനാണ് എന്നാണ്. ഇപ്പോൾ അവർ നേരിട്ട ബുദ്ധിമുട്ട് താങ്കൾക്കറിയാമല്ലോ, അകത്തേക്ക് കടക്കാൻ കഴിയില്ല. ഈ ഫയർമാൻമാർ വളരെ സാഹസപ്പെട്ട് ഈ ലാഡറൊക്കെ വെച്ച് മുകളിൽ കയറിയിട്ട് അവർക്ക് അകത്തേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ അനധികൃതമായ നിർമ്മാണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഫ്ലക്സ് ബോർഡുകൾ മാത്രമല്ല, ശ്രീ സുനിൽ നേരത്തെ പറഞ്ഞത് വലിയ ബോർഡുകൾ ഉണ്ടായിരുന്നു, ശരിയാണ്, സുനിൽ പറഞ്ഞതുപോലെ വലിയ ബോർഡുകൾ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ഇടനാഴിയെ മറച്ചിട്ടുള്ള കെട്ടി വെച്ചിരുന്നു, അവിടെ കുറേ സ്റ്റോക്ക് അടുക്കി വെച്ചിരുന്നു, ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇതിൽ അനധികൃത നിർമ്മാണം നടന്നിട്ടുണ്ട്. നിർബന്ധമായും വേണ്ടതാണ് ഫയർ എക്സ്റ്റിങ്വിഷർ ഒരു കെട്ടിടത്തിൽ, അതുണ്ടായിരുന്നില്ല. ഒരു സുരക്ഷാ വാതിൽ ഉണ്ടാകണം, എമർജൻസി എക്സിറ്റ് എന്ന് പറയുന്നത്, അതുണ്ടായിരുന്നില്ല. ഇതെല്ലാം ഇല്ലാത്തൊരു കെട്ടിടം എങ്ങനെയാണ് കോഴിക്കോടിന്റെ നഗരമധ്യത്തിൽ പ്രവർത്തിക്കുന്നത്? ആരുടെ ഉത്തരവാദിത്തത്തിലാണ്? ഞാൻ പറഞ്ഞല്ലോ, കോഴിക്കോട് നഗരത്തിൽ ഇത്തരത്തിലുള്ള കെട്ടിടങ്ങളിലും സ്വകാര്യ കെട്ടിടങ്ങളിലുമൊക്കെ അപകടമുണ്ടാകാതിരിക്കാനുള്ള അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ വേണമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരു പുരാതന നഗരം എന്നുള്ള നിലയിൽ കോഴിക്കോട്ടെ വ്യാപാര കേന്ദ്രം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവർത്തിച്ചു വരുന്ന വ്യാപാര കേന്ദ്രങ്ങളിലും ഇതുള്ള സ്ഥലങ്ങളിലുമൊക്കെ എല്ലാ ആധുനിക സംവിധാനങ്ങളും കൂടി ഒരുക്കിയിട്ടുള്ള സംവിധാനങ്ങളില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. നമ്മളെ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ജാഗ്രതപ്പെടുത്തുന്നുണ്ട്. ഇനി ഇത്തരം ദുരന്തങ്ങൾ വരാതിരിക്കാൻ ആവശ്യമായ കാര്യങ്ങളുണ്ടാകണം. അഗ്നിശമന വിഭാഗം അങ്ങനെ പറഞ്ഞോന്ന് എനിക്കറിയില്ല. ഇന്നലെ അവർക്ക് കടന്നു കയറാൻ തടസ്സങ്ങളുണ്ടായി, ബുദ്ധിമുട്ടുണ്ടായി, അല്പനേരം ബുദ്ധിമുട്ടി എന്നുള്ളതൊക്കെ ശരിയാണ്. ഈ അഗ്നിശമന വിഭാഗത്തിൻ്റെ വെള്ളം കിട്ടാത്ത പ്രശ്നങ്ങളോ ഇവിടെ ബീച്ച് യൂണിറ്റ് അല്പം കുറച്ചു കാലമായി പ്രവർത്തിക്കാതെ തൊട്ടടുത്ത സ്ഥലത്തേക്ക് മാറ്റി അവരെത്താനോ അവരെത്തിയതിൽ വന്ന് വെള്ളം നിറയ്ക്കാനോ ഉള്ള പ്രശ്നങ്ങളേ അല്ല.
അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് നമ്മൾ പോകുന്നത്. അല്ല ശ്രീ മുസാഫിർ അഹമ്മദ്, അതല്ല പ്രശ്നങ്ങളെ ഞാൻ ഈ പറഞ്ഞത് തീപിടുത്തത്തിന്റെ ഖേദകരം എന്ന് കാഠിന്യം പറയട്ടെ. ശ്രീ പലതരത്തിലാണ്. മുസാഫിർ അഹമ്മദ്, ഖേദകരം എന്ന് ഞാൻ പറയട്ടെ. പറയട്ടെ, ഞാൻ ഞാൻ കോഴിക്കോട്ടെ പറയട്ടെ, സംഭവം മാത്രമല്ല ഞാൻ പറയട്ടെ. നമ്മുടെ നാട്ടിൽ, അല്ല ശ്രീ മുസാഫിർ ഞാൻ അഹമ്മദ്, ഞാൻ പറയട്ടെ. പറഞ്ഞത് നമ്മുടെ നാട്ടിൽ, ഞാനും താങ്കളും ഒക്കെ കഴിയുന്ന ഈ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ ഞാൻ പറഞ്ഞ എന്ത് അപകടം ഉണ്ടെങ്കിലും, അതെ ഞാൻ ഉറപ്പായിട്ട് ഞാൻ താങ്കൾക്ക് സമയം തരാം. ഞാൻ അതാ പറഞ്ഞത്, ഞാൻ താങ്കളെ തടസ്സപ്പെടുത്തുകയല്ല. അതായത് എന്ത് അപകടം, ഇപ്പോൾ റോഡ് അപകടം ഉണ്ടാകട്ടെ, ഒരു കെട്ടിടം വീണിട്ടുള്ള അപകടം ഉണ്ടാകട്ടെ, ഒരു തീപിടുത്തം ഉണ്ടാകട്ടെ, ആ സമയത്ത് ഇപ്പോൾ ഞങ്ങൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനമാണ്, നിങ്ങളൊക്കെ ആ സമയത്ത് ചർച്ച ചെയ്യും, അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ആ വിഷയം വിടുമെന്നുള്ളത്. ഞങ്ങൾ ആ വിഷയം വിട്ടാലും അത് ഉത്തരവാദിത്വത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണല്ലോ നമുക്ക് ഭരണ സംവിധാനങ്ങളുള്ളത്. ഇപ്പോൾ ഈ കോഴിക്കോട്ടെ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മാത്രമല്ല, മിഠായി തെരുവിലെ അവസ്ഥ എന്താ? അവിടെ തൊട്ട് കിടക്കുന്ന കെട്ടിടങ്ങളിൽ അവിടെ എത്ര എണ്ണത്തിന് ഫയർ സേഫ്റ്റി അവരുടെ NOC കിട്ടിയിട്ടുണ്ട്, എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടുണ്ട്? പരിശോധിക്കപ്പെടണം, അതിനകത്ത് പരിഹാരം ഉണ്ടാകണം, ഇടപെടൽ ഉണ്ടാകണം. യോജിക്കില്ലേ താങ്കൾ അതിനോട്? തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ പറയാൻ പോകുന്ന വാക്കുകൾ ഇതൊക്കെ തന്നെയാണ്. നമ്മളെ ജാഗ്രതപ്പെടുത്തുന്നു എന്നുള്ളത് മാധ്യമ സുഹൃത്തുക്കളുടെ ഈ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങളായാലും അപകടമായാലും നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളിൽ ഇത്തരം അപകടങ്ങൾ കോഴിക്കോട്ടിൽ എവിടെയും ഉണ്ടാകാതിരിക്കാൻ കൂട്ടായി പരിശ്രമിക്കേണ്ടതുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഇവിടെ മിഠായി തെരുവിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു. ഇപ്പോൾ സർക്കാർ കെട്ടിടങ്ങളെക്കാളും കോർപ്പറേഷൻ്റെ കെട്ടിടങ്ങളെക്കാളും കൂടുതൽ എല്ലായിടത്തും നഗരത്തിലുള്ളത് സ്വകാര്യ കെട്ടിടങ്ങളാണ്. അവിടെയൊക്കെയും ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ചട്ടവും പാലിക്കാതെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ട നിയമങ്ങൾ കർശനമാക്കുന്നതിന് മുമ്പുള്ള കെട്ടിടങ്ങളിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട്. അവിടെയൊക്കെ ശക്തമായ ഇടപെടൽ ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പരിശോധനയും ഇടപെടലും നടത്തി മുന്നോട്ട് പോകുന്നുണ്ട്. അതിനൊക്കെ എല്ലാവരുടെയും സഹകരണയും പിന്തുണയും കൂട്ടായി നടത്തണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു സംശയവുമില്ല, ഈ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുറേ കൂടി ഗൗരവത്തിൽ അഗ്നിശമന സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം. കോർപ്പറേഷൻ, സർക്കാർ കെട്ടിടങ്ങളിലൊക്കെ കുറെ കൂടി മാതൃകാപരമായി തന്നെ അത്തരം കാര്യങ്ങൾ ചെയ്യണം. ശക്തമായ നടപടി അക്കാര്യങ്ങളിൽ നമുക്കുണ്ടാക്കി തീർച്ചയായും ഇത്തരം ദുരന്തങ്ങൾ ഇനി ഒരിക്കലും ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ കാര്യങ്ങളിലേക്ക് പോകണം. പിന്നെ അനധികൃതമായ നിർമ്മാണങ്ങൾ തീർച്ചയായും കോർപ്പറേഷൻ്റെ അനുമതിക്ക് വിരുദ്ധമായി അനധികൃത നിർമ്മാണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ആവശ്യമായ നടപടി സ്വീകരിച്ച് പോകാനേ നമുക്ക് പറ്റുള്ളൂ. ശക്തമായ നടപടി സ്വീകരിക്കും, അതിലൊന്നും തർക്കമേ ഇല്ല. ദുരന്തങ്ങളും അപകടങ്ങളും ഇല്ലാതിരിക്കാൻ ആവശ്യമായ ഈ അനുഭവ പാഠങ്ങളിൽ നിന്നുകൊണ്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ഒരു ഭരണ സംവിധാനം എന്നുള്ളവർക്ക് കോർപ്പറേഷൻ പ്രതിജ്ഞാബദ്ധമാണ്. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ അതിന് ഒരു ന്യായീകരണത്തിൻ്റെയും പ്രശ്നങ്ങൾ അതിന് മുന്നിലില്ല. അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്ഥാപനത്തിൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള അഗ്നിശമന പ്രവർത്തനങ്ങൾക്കുൾപ്പെടെ തടസ്സമാകുന്ന ഘടകങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, എന്തെല്ലാം കാര്യങ്ങളാണ് എന്നുള്ളതുൾപ്പെടെയുള്ള പരിശോധന നടത്തി ആവശ്യമായ തീരുമാനങ്ങളെടുത്ത് നമ്മുടെ കെട്ടിടങ്ങളിലാകെ സുരക്ഷാ സംവിധാനം ശക്തമായി മാതൃകാപരമായി തന്നെ കോർപ്പറേഷൻ കാണിച്ചു കൊടുക്കണം എന്ന് തന്നെയാണ് കോർപ്പറേഷൻ ആലോചിക്കുന്നത്. സ്വകാര്യ കെട്ടിടങ്ങളിലും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ശക്തമാക്കാനുള്ള പരിശോധനയും ഇടപെടലും കോർപ്പറേഷൻ്റെ ഭാഗത്തുണ്ടാകും. അതിനെല്ലാവരുടെയും ഇപ്പോൾ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നഷ്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു വളരെ വളരെ ഖേദകരമാണ്. ആളപായമില്ലെങ്കിൽ പോലും അവരുടെ പ്രശ്നങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. അപ്പോൾ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ തീപിടുത്തമോ അപകടമോ ഇല്ലാതിരിക്കാൻ ആവശ്യമായ കോർപ്പറേഷൻ എടുക്കുന്ന സമീപനങ്ങളോട്, സർക്കാർ സ്വീകരിക്കുന്ന സമീപനങ്ങളോട്, നിയമ നടപടികളോട് സഹകരിക്കേണ്ടതുണ്ട്. അതിനെല്ലാവരുടെയും പിന്തുണ ഉണ്ടാകേണ്ടതുണ്ട്. അതാണിപ്പോൾ മിഠായി തെരുവിലെ ആദ്യത്തെ തീപിടുത്തം, രണ്ടാമത് OICs കെട്ടിടത്തിലെ തീപിടുത്തം, അവിടെയൊക്കെ ശക്തമായ നടപടി കോർപ്പറേഷൻ സ്വീകരിച്ച് പോകുമ്പോൾ വേണ്ടത്ര പിന്തുണ വ്യാപാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. പലതും അവരെ ദ്രോഹിക്കുന്നു, ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നു, അവരെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന നിലപാടിലേക്ക് വളരെ വൈകാരികമായി പോകുന്ന സാഹചര്യങ്ങളും ഒക്കെ ഒഴിവാക്കപ്പെടേണ്ടതാണ്. ആരെയും നോവിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ അല്ലല്ലോ. ഇതുപോലെയുള്ള പശ്ചാത്തലം ഇനി ഇല്ലാതിരിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും ബാധ്യതയുണ്ട്. അത് ഒന്നിച്ച് എല്ലാവരും നിയമം നടപ്പാക്കുന്ന കോർപ്പറേഷനും സർക്കാരും അതിൻ്റെ കൂടെ എല്ലാവരും നിന്നാൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒരിക്കലും ഉണ്ടാകില്ല. അതിന് ശക്തമായ നിലപാട് നമ്മുടെ ഭാഗത്തുണ്ടാകുമെന്ന് തന്നെയാണ് എനിക്ക് പറയുന്നത്. ശരി, അത് കോഴിക്കോടിനെ സംബന്ധിച്ച് കച്ചവടത്തിന്റെ കാര്യത്തിൽ, വ്യാപാരത്തിന്റെ കാര്യത്തിൽ കേരളത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഏറ്റവും സുപ്രധാനമായ ഒരു സ്ഥാനമുള്ള നഗരമാണ് കോഴിക്കോട് നഗരം. അതിന്റെ പൈതൃകം, അതിന്റെ പാരമ്പര്യം, അതൊക്കെ ആ നിലയിൽ തന്നെ നിലനിർത്തണം എന്ന അഭിപ്രായത്തിൽ ഒരു തർക്കവുമില്ല. അതേസമയം തന്നെ അതിന് ആധുനികമായ രീതിയിൽ, പുതിയ കാലം ആവശ്യപ്പെടുന്ന രീതിയിൽ അതിന്റെ സുരക്ഷ ഉറപ്പാക്കുക, അതിന്റെ നിർമ്മാണ ചട്ടങ്ങൾ പാലിക്കപ്പെടുക, നഗരാസൂത്രണത്തിന്റെ ഭാഗമായി എന്തൊക്കെയാണോ അഴിച്ചുപണികൾ ആവശ്യമായിട്ടുള്ളത് അതിന് നിന്നുകൊടുക്കുക, ഇതൊക്കെ ആവശ്യമാണ്. ഇപ്പോൾ കേരളത്തിലെ വ്യാപാരി, പ്രത്യേകിച്ച് കോഴിക്കോട്ടെ വ്യാപാരി സമൂഹത്തിൻ്റെ കാര്യം പറഞ്ഞാൽ വളരെ ഊഷ്മളമായ രീതിയിൽ, വളരെ ശക്തമായ രീതിയിൽ നിലകൊള്ളുന്നതാണ് അവിടുത്തെ വ്യാപാരി സമൂഹം, അവർക്കിടയിലെ കൂട്ടായ്മയും ഒക്കെ. ശ്രീ സുനിലൊക്കെ അത്തരത്തിലുള്ള ഒരു സംഘടനയെ പ്രതിനിധീകരിക്കുന്ന ആൾ കൂടിയാണ്. സുനിൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്തരം കാര്യങ്ങളിൽ, ഇപ്പോൾ നേരത്തെ ഡെപ്യൂട്ടി മേയർ പറഞ്ഞത് താങ്കൾ കേട്ടല്ലോ, ഇതിന്
സർക്കാരോ അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങളോ കോർപ്പറേഷനോ ഒക്കെ ഇതിന് ശ്രമിക്കുമ്പോൾ അവർക്ക് വേണ്ട പൂർണ്ണമായ പിന്തുണ നൽകാനും സുരക്ഷ മുൻനിർത്തി ഇത്തരം കാര്യങ്ങൾക്ക് വഴങ്ങാനും വേണ്ട മാറ്റങ്ങൾ വരുത്താനും അതിന് മുൻകൈ എടുക്കേണ്ടത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പോലെയുള്ള വ്യാപാരികളുടെ സംഘടനകളാണ്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എതിർപ്പുകൾ ഉണ്ടാവുകയോ നിങ്ങൾ പരിഭവം കാണിച്ച് മാറി നിൽക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഇതിന് വലിയ തടസ്സവുമാണ്. ഞാൻ താങ്കളുടെ അഭിപ്രായം എനിക്ക് അതിൽ വേണം. ഞാൻ ശ്രീ എ സജീവനിലേക്ക് പോകുന്നു. അതിന് മുൻപ് ഒരു ഒറ്റ സെക്കൻഡ് ഞാൻ ശ്രീ സുനിലിലേക്ക് ഒന്ന് പോയ ശേഷം ശ്രീ വി സുനിൽ, നേരത്തെ ഡെപ്യൂട്ടി മേയർ പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചല്ലോ. അതായത് വ്യാപാരികളുടെ കൂടി സഹകരണത്തോടുകൂടി മാത്രമേ കോഴിക്കോട്ടെ പഴക്കം ചെന്ന കെട്ടിടങ്ങളിലെ പാകപ്പിഴകളും പോരായ്മകളും ഒക്കെ തിരുത്തി അതിൻ്റെ റീലൈസൻസിങ്ങോ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ നടപടിയിലേക്ക് കടക്കാൻ കഴിയും. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇതിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുകയും പൂർണ്ണമായ സഹകരണം നിങ്ങൾ വാഗ്ദാനം ചെയ്യുമോ? 2005-ലും 2017-ലും 2019-ലും ഒക്കെ നടന്ന തീപിടുത്തത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് മുട്ടായിത്തെരുവിൽ നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി. മുട്ടായിത്തെരുവിൽ ഓരോ കടകളും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ന് രാവിലെ, ഇന്നലെ സംഭവിച്ചു, ഇന്ന് രാവിലെ അഗ്നിശമന സേന ഉദ്യോഗസ്ഥന്മാർ പരക്കെ റെയ്ഡാണ് മിഠായിത്തെരുവിൽ. അതിനെ വളരെ സ്വാഗതം ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് ചില സ്ഥലത്ത് കുറ്റിയിൽ ഗ്യാസ് ഇല്ലാത്ത സമയം ഇതുണ്ടായിട്ടുണ്ട്. അതൊക്കെ ഞങ്ങളുടെ പ്രവർത്തകർ കൂടി ഇറങ്ങിയിട്ടാണ് ഇതൊക്കെ ചെയ്തത്. അപ്പോൾ ഡെപ്യൂട്ടി മേയർ പറഞ്ഞ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളോ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. അത് ഞങ്ങൾക്ക് കൂടുതലായിട്ട് ഞങ്ങൾ ഹറാസ്മെൻറ്റ് ചെയ്യുമ്പോഴേ അത്തരത്തിലേക്ക് വരൂ. ഇത് നല്ലൊരു കാര്യത്തിനും ആയതുകൊണ്ട് ഞങ്ങളും അതിന് പൂർണ്ണമായി സഹകരിച്ചിട്ടുണ്ട്. ഇതിപ്പം മിഠായിത്തെരുവിൽ നേരത്തെ പത്രലേഖന സജീവേട്ടൻ പറഞ്ഞതുപോലെ ആ പൈപ്പ് ലൈന് ഇപ്പം മാനാഞ്ചിറയിൽ നിന്നുള്ള പൈപ്പ് ലൈൻ ഉണ്ട്. അവിടെ ഓരോ സ്ഥലത്തും ഇതിന് പോയിന്റുകളുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് പല സമയത്തും ഇപ്പോൾ അതിന് ശേഷം 2005-ലുണ്ടായതിന് ശേഷം ഫയർ എൻജിൻ വരുമ്പോൾ വെള്ളം എടുക്കുന്നത്. അത് നഗരത്തിൻ്റെ പല ഭാഗത്തേക്കും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ഇന്നലെ തന്നെ വാട്ടർ അതോറിറ്റീൻ്റെ ടാങ്കറിൽ വരെ വെള്ളം വന്നിട്ട് നമ്മളത് ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടെയല്ല പ്രശ്നം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് പ്രശ്നം. 2005-ലുണ്ടായ തീപിടുത്തത്തിൽ ഈ നമ്മുടെ കോഴിക്കോട് നഗരത്തിന് ആളുകൾ ഉൾക്കൊള്ളാൻ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഓരോ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. പക്ഷേ നമ്മുടെ ഫയർ സ്റ്റേഷൻ എന്താ സംഭവിച്ചത്? 14 കൊല്ലം മുമ്പേ 6 ഫയർ എഞ്ചിനായിട്ട് ഉണ്ടായിരുന്നത് ഇപ്പോഴതില്ല. അത് വീതം വെച്ച് മീഞ്ചന്തലിലേക്കും വെള്ളിമടുന്നിലേക്കും പോയി. ആ സമയത്ത് ഏകോപന സമിതി പറഞ്ഞിട്ടുണ്ട്, മാനാഞ്ചിറക്ക് ചുറ്റും നിങ്ങൾ 1-2 വണ്ടി വെക്ക്. മിഠായിത്തെരുവിലാണ് തുടർച്ചയായിട്ട് തീ പിടിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അവിടെയെങ്കിലും നിർത്ത്. നമ്മളെ എയർപോർട്ട് ഇപ്പം 3ാമത്തെ പ്രാവശ്യമാണ് നമ്മൾ എയർപോർട്ടിലെ എഞ്ചിന് വേണ്ടിയിട്ട് അവരുടെ സഹായം തേടുന്നത്. എന്തുകൊണ്ട് വലിയ നഗരത്തിൽ അത്തരത്തിലൊരു ഫയർ എഞ്ചിൻ നമുക്ക് സർക്കാരിന് വെച്ചുകൂടാ? ഇന്നലെ പറഞ്ഞത് ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ട്. 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവർ വന്നത്. പക്ഷെ വന്ന ഉദ്യോഗസ്ഥന്മാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാരായാലും ഫയർഫോഴ്സ് ജീവനക്കാരായാലും അവരുടെ കഠിന ശ്രമം ഇത് തീ കെടുത്താൻ ഉണ്ടായിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് ജില്ലയിലെ വ്യാപാരി സമൂഹം അവരോട് എല്ലാവരോടും കടപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ ഈ സംവിധാനങ്ങളിൻ്റെ കുറവാണ്. സംവിധാനം കുറവ് ആയതുകൊണ്ടാണ് നമുക്കത് നിയന്ത്രിക്കാൻ കഴിയാതെ പോയത്. അല്ല, അതിലൊരു സംശയമില്ല സുനിൽ. ഈ അഗ്നിരക്ഷാ ശമന സേനാനികൾ ഉദ്യോഗസ്ഥർ അവർ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടുണ്ട്, അവർ അശ്രാന്തം പരിശ്രമിച്ചിട്ടുണ്ട്. അവർ കൃത്യസമയത്ത്, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ആ സംവിധാനങ്ങളുടെ പോരായ്മകൾ ഉണ്ടെങ്കിലേ ഉള്ളൂ, അവരെത്തുകയും അവർ കൃത്യമായി ആത്മാർത്ഥമായി അവരുടെ ജോലി നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് 9 മണിക്കൂർ വേണ്ടി വന്നത്. മറ്റു പല കാരണങ്ങൾ കൊണ്ടാണ്, ഇവരുടെ എന്തെങ്കിലും കുഴപ്പങ്ങൾ കൊണ്ടല്ല, അങ്ങനെ നമ്മൾ പറയുന്നുമില്ല. ശ്രീ സജീവൻ, ഈ അതിലൊരു തീരുമാനമെടുക്കുക. ഒരു 3.5 മണിക്കൂർ കത്തിയതിന് ശേഷമാണ് ഒരു JCBയെ പറ്റി നമ്മൾ ആലോചിച്ചത്. അതിന് നിയന്ത്രണം നൽകുന്ന ആൾ ഇങ്ങനെ ഒരു തടസ്സം അവിടെ തടസ്സമുണ്ട്, അത് മാറ്റാൻ JCB വേണം എന്നുള്ള ഒരു ചിന്ത വന്നത് 3.5 മണിക്കൂറിന് ശേഷം. അത് ആ ചിന്ത പെട്ടെന്ന് വന്നിരുന്നെങ്കിൽ തൊട്ടടുത്ത് തന്നെ JCB, പുതിയപാലത്തൊക്കെ JCB ഉണ്ട്, പെട്ടെടുത്ത് എത്തിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇത് ഇപ്പോൾ അതിൻ്റെ അകത്ത് കെടും എന്നുള്ള വിശ്വാസത്തിലാണ് അവർ നിന്നുപോയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, ശ്രീ സജീവൻ, ഈ ജില്ലാ ഫയർ ഓഫീസർ KM അഷ്റഫ് അലി പറഞ്ഞൊരു കാര്യം,
കെട്ടിടം തകര ഷീറ്റുകൾ കൊണ്ട് മറച്ചു വെച്ചിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ വലിയ ഫ്ലക്സ് ബോർഡുകൾ ഉണ്ടായിരുന്നു, ചെറിയ അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പഴക്കം ചെന്ന കെട്ടിടങ്ങളാണ്. ഇതിലൊക്കെ കാലാകാലങ്ങളിൽ കൃത്യമായ പരിശോധന നടത്തുകയും ഇതിലെ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ഏതെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതിന് ഫൈൻ അടച്ചോ അതല്ലെങ്കിൽ അതിന് വേണ്ട രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയോ അത് നിയമാനുസൃതമാണെന്ന് ഉറപ്പുവരുത്തുകയും ഒക്കെ ചെയ്യേണ്ടത് കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്തമാണല്ലോ. കോർപ്പറേഷൻ്റെ വീഴ്ചയാണോ യഥാർത്ഥത്തിൽ ഇതിലൂടെ തെളിഞ്ഞു വരുന്നത്? അതല്ല, നേരത്തെ ഡെപ്യൂട്ടി മേയർ പറഞ്ഞതുപോലെ വ്യാപാരികൾക്ക് ഇതിനകത്ത് പിണക്കമുണ്ട്, വ്യാപാരികൾ പൂർണ്ണമായി സഹകരിക്കുന്നില്ല, അവരുടെ കൂടി പിന്തുണയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയൂ എന്നത് കോർപ്പറേഷൻ്റെ ഒരു നിസ്സഹായ അവസ്ഥയാണ്. ഏതിനെയാണ് നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ടത്? ഇതിൽ രണ്ട് കാര്യങ്ങളും പ്രധാനമാണ്. ഒന്നാമത്തെ കാര്യം, മുസഫറോട് പറഞ്ഞ പോലെ വ്യാപാരികൾ പൂർണ്ണമായിട്ട് സഹകരിക്കുന്നില്ല. അപ്പൊ ചെറുകിട വ്യാപാരികളൊക്കെ പരമാവധി സഹകരിക്കുന്നുണ്ട്. പക്ഷെ ഇത് കെട്ടിടങ്ങളുടെ അവസ്ഥയാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഈ ജയകുമാർ ഇവിടെ കളക്ടറായിരുന്ന കാലത്ത് അദ്ദേഹത്തിന് അന്ന് കോർപ്പറേഷന് ചുമതല കൂടി ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെയുള്ള കുറെ ഷോപ്പുകൾ, അതിലെ പാർക്കിംഗ് പ്ലേസ്, ബിൽഡിംഗ്, പിന്നെ അവര് വ്യാപാരത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ച മുഴുവൻ പൊളിച്ച് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്ക് കോടതിയുടെ ഒരു വിധി പോലും ഇല്ലാതെ അവിടെയൊക്കെ ഇതുണ്ട്. ഞാൻ എണ്ണി പറഞ്ഞൊരു എത്ര എണ്ണം ഉണ്ടെന്നുള്ള കാര്യം. അതാണ്, ഒരു സ്ഥലത്ത് പാർക്കിങ്ങിനുള്ള സ്ഥലം അല്ലെങ്കിൽ വാഹനങ്ങൾ വന്നു നിൽക്കാനുള്ള സ്ഥലം പോലും വ്യാപാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ആ സുനിൽ നിഷേധിക്കാൻ പറ്റില്ലല്ലോ. സജിവൻ സാർ, ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. സജിവൻ സാർ, ഒറ്റ മിനിറ്റ്. ശ്രീ എം കെ രാഘവൻ MP ഉണ്ട് ടെലിഫോൺ ലൈൻ. അദ്ദേഹം ഒരു യാത്രയിലാണ്, അതുകൊണ്ട് ഈ സമയത്ത് മാത്രമേ അദ്ദേഹത്തെ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒന്ന് ഞാൻ ഇടപെടുകയാണ്, താങ്കൾ ഒന്ന് ക്ഷമിക്കണം. ശ്രീ എം കെ രാഘവൻ MP, താങ്കൾ ടെലിഫോണിലുണ്ടോ? നമ്മള് കോഴിക്കോട്ടെ നിലത്തെ തീപിടുത്തത്തിന്റെ കാര്യം സംസാരിക്കുകയായിരുന്നു MP. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ ജില്ലാ ഫയർ ഓഫീസർ പറഞ്ഞത് ഈ അവിടെ അനധികൃതമായി അല്ലെങ്കിൽ കെട്ടിടം തകര ഷീറ്റുകൾ കൊണ്ട് മറച്ചിരുന്നു, ഒരുപാട് കാര്യങ്ങൾ ബണ്ടിലാക്കി കെട്ടിവെച്ചിരുന്നു, വലിയ ഫ്ലക്സ് ബോർഡുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു അശാസ്ത്രീയമായ നിർമ്മാണം ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ ഈ രക്ഷാദൗത്യത്തിന് വലിയ തടസ്സമായി. അതുകൊണ്ടാണ് 9 മണിക്കൂറൊക്കെ എടുത്തത് തീ അണയ്ക്കാൻ എന്നതാണ്. ഇത് പരിശോധിക്കപ്പെടേണ്ടതല്ലേ MP? ഇതില് ആലോചിക്കേണ്ട വിഷയം, ഈ പ്രത്യേകിച്ച് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്താൻ കോഴിക്കോട് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ അനാസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഒരിക്കലും കൃത്യമായി പരിശോധിക്കാനോ ഇത്തരം കാര്യങ്ങൾ വിലയിരുത്താനോ ഒരിക്കലും ശ്രമിക്കാറില്ല. അതാണ് സത്യം. മറ്റൊന്ന്, അതിവേഗം വളരുന്ന കോഴിക്കോട് നഗരത്തിന് ആവശ്യമായ അഗ്നിശമന സംവിധാനങ്ങൾ ഇല്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നഗരത്തിലെ ആവശ്യങ്ങൾക്കായി ആശ്രയിക്കേണ്ട വെള്ളിമാട് കുന്ന്, മീൻചന്ത തുടങ്ങിയ 2 ഫയർ സ്റ്റേഷനുകളും നഗരത്തിൽ നിന്ന് ഏറ്റവും അകലെയാണ്. അതും നമ്മൾ ആലോചിക്കണം. അതിന് പുറമെ ബീച്ചിൽ സ്ഥിതി ചെയ്യുന്ന അഗ്നിശമന കെട്ടിടം അതീവ ശോചനീയമാണ്. നിലവിലുള്ള സ്റ്റാഫുകളെ മറ്റിടങ്ങളിലേക്ക് മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ രംഗത്ത് വളരെ അത്യാവശ്യമായി ഒന്ന് കോർപ്പറേഷന്റെ അനാസ്ഥ ഞാൻ സൂചിപ്പിച്ചു. ഈ കെട്ടിട നിർമ്മാണ രംഗത്ത് കോഴിക്കോട് നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, അതിപ്പോ ഒരു വിജിലൻസ് കേസ് പോലെ വന്നിരിക്കുകയാണ്. അനധികൃതമായി നമ്പർ വാങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ കോർപ്പറേഷന്റെ അകത്ത് 4000-ൽ പരം കെട്ടിടം ഉണ്ടായിരിക്കുന്നു. അത്ഭുതകരമായ കാര്യമാണ്. അപ്പോ ഈ 2 കാര്യങ്ങളിലും അനാസ്ഥ ഉണ്ട്, അനാസ്ഥ ഇല്ലെന്ന് പറയാൻ കഴിയില്ല. അതാണ് എന്റെ അഭിപ്രായം. MP, ഇതിനകത്തൊരു ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുകയാണോ UDF? അല്ല, UDF ഇത് കോഴിക്കോട് നഗരസഭക്കകത്ത് കഴിഞ്ഞ ഒരുപാട് കാലമായി ഞാൻ സൂചിപ്പിച്ചല്ലോ, ഈ വളരെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, പരിശോധിക്കാതിരിക്കുക. വന്നതിന് ശേഷം ഞാൻ പറയാം, ഇപ്പൊ നമുക്കറിയാം SM സ്ട്രീറ്റിൽ ഉണ്ടായിട്ടുള്ള തീപിടുത്തം, അടുത്ത കാലത്ത് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങൾ, ഇതെല്ലാം പരിശോധിച്ച് നോക്കിയാൽ കോഴിക്കോട് നഗരത്തിന് ആവശ്യമായിട്ടുള്ള ഈ ഫയർ സ്റ്റേഷൻ ഉൾപ്പെടെ, ഞാൻ ഒറ്റ ഉദാഹരണം വേണമെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞുതരാം. ഞാൻ നമ്മുടെ UDFന്റെ കാലത്ത് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ട്, UDFന്റെ കാലത്ത് ഉണ്ടായിട്ടുള്ള ഈ ഫയർ ഹൈഡ്രന്റ് സംവിധാനം, 24 മണിക്കൂറും വെള്ളം കിട്ടാവുന്ന ഫയർ ഹൈഡ്രന്റ് സംവിധാനം, ആ ഹൈഡ്രന്റ് സംവിധാനത്തിന് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്, അനുമതി ലഭിച്ചതാണ്. പക്ഷേ അതൊന്നും തന്നെ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ കോർപ്പറേഷനാണ് ഏറ്റവും മുൻകൈ എടുത്ത് കാര്യങ്ങളിൽ ഒരു കൃത്യത വരുത്തി. കോർപ്പറേഷൻ പോലും ഈ രംഗത്ത് പരാജയപ്പെട്ടിരിക്കുന്നു.
അപ്പൊ ഇതിന്റെ ഉത്തരവാദിത്വം എനിക്ക് തോന്നുന്നു ഒരു ഈ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതിന്റെ വേറൊരു കാര്യം ആലോചിക്കേണ്ട കാര്യം ഇവിടെ ഈ ഈ ഈ നമ്മുടെ ഈ ഫയർ ഓഡിറ്റ് നടത്തുന്ന കാര്യത്തിൽ പോലും പരാജയമാണ്, പറയാതിരിക്കാൻ കഴിയില്ല. ഈ ഗുരുതരമായ സാഹചര്യം ഉള്ളതുകൊണ്ട് അടിയന്തരമായും ഒരു അന്വേഷണം, ജുഡീഷ്യൽ അന്വേഷണമാണ് വേണ്ടത്. കാരണം കോഴിക്കോട് എല്ലാ കാലത്തും ഇത് ഇങ്ങനെ തീപിടുത്തം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എല്ലാ കാലത്തും തീപിടുത്തം ഉണ്ടാകുന്നു. ഉടനെ തന്നെ എന്തെങ്കിലും അന്വേഷണം നടത്തും. അന്വേഷണ റിപ്പോർട്ട് എന്താണെന്ന് ആർക്കും അറിയില്ല. തുടർ നടപടിയില്ല. അവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വീണ്ടും ഒരു തീപിടുത്തം വരുമ്പോഴാണ് ഈ ചർച്ചകൾ നടക്കുന്നത്. നമ്മൾ ആലോചിക്കണം. ശാശ്വതമായിട്ടുള്ള പരിഹാരമാണ് നമുക്കിത് ആവശ്യം. എവിടെയാണ് തകരാറ്, എവിടെയാണ് പാളിച്ച, ആരാണ് ഉത്തരവാദി, അങ്ങനെ കണ്ടെത്തി പഴുതടച്ചുള്ള ഒരു വിലയിരുത്തലും നടപടിയും ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ ഈ നാളെ ഇത് ഉണ്ടാകാതിരിക്കൂ എന്നാണ് എൻ്റെ വിശ്വാസം. MP, ഒരു കാര്യം കൂടി ശ്രീ MK രാഘവൻ, ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറിയോ മറ്റെന്തെങ്കിലും ദുരൂഹതയോ താങ്കൾ സംശയിക്കുന്നുണ്ടോ? ഇതിലിപ്പോ നമുക്ക് പെട്ടെന്ന് ഒറ്റവാക്കിൽ പറയാൻ കഴിയില്ല. കാരണം എന്താണ് പുറകിൽ പറയാൻ കഴിയില്ല. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതൊരു പിന്നെ ഫയർ ഓഡിറ്റ് ഒരിക്കലും നടക്കാറില്ല. അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ ഈ ഇതുപോലുള്ള നേരത്തെ താങ്കൾ പറഞ്ഞു ഈ ഫയർ യൂണിറ്റ് പോലും ഉള്ളിലെത്താൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെ ഫയർ ഓഡിറ്റിംഗ് ഇല്ല എന്നതിന്റെ അർത്ഥം. ഫയർ ഓഡിറ്റിംഗ് കൃത്യമായി എല്ലാ ഈ സമയത്ത് നടന്നിരുന്നുവെങ്കിൽ ഇത്തരം അവസ്ഥകൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു. ഇപ്പൊ ഫയർ യൂണിറ്റ് പോലും അതിൻ്റെ അകത്ത് കയറി ഈ തീ കെടുത്താൻ കഴിയാതെ പോകുന്നു എന്ന് പറഞ്ഞാൽ ഫയർ ഓഡിറ്റിംഗ് പോലും നടത്താത്തതുകൊണ്ടാണല്ലോ ഈ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുന്നത്. മനസ്സിലായി. അപ്പോൾ താങ്കൾ പറയുന്നത് ഇതിലെ പ്രധാനപ്പെട്ട വീഴ്ച സംഭവിച്ചിരിക്കുന്നത് കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്നാണ്. അതടക്കമുള്ള കാര്യങ്ങൾ ഈ ജുഡീഷ്യൽ അന്വേഷണത്തിലൂടെ പുറത്തു വരട്ടെ, എന്നിട്ട് ആ റിപ്പോർട്ട് പൊതുജനത്തിന് മുന്നിൽ വെക്കട്ടെ, അങ്ങനെയാണോ MP ഞാൻ മനസ്സിലാക്കേണ്ടത്? ഒരു സംശയം വേണ്ട. ഞാൻ പറഞ്ഞു ഇത് കോഴിക്കോട് നഗരം വളർന്നുകൊണ്ടിരിക്കും. നമ്മൾ ആലോചിക്കണം, അതിവേഗത്തിലുള്ള വളർച്ച നടക്കാൻ ഈ നഗരത്തിൽ. അപ്പൊ സ്വാഭാവികമായും ഇതിനെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഫയർ യൂണിറ്റുകൾ ഉൾപ്പെടെ AI സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരിഷ്കരിക്കണം. മോഡേണൈസ് ചെയ്ത സമയം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ തീപിടുത്തം കൊണ്ടെങ്കിലും ഇതോടെ ഇത് അവസാനിക്കട്ടെ. തീപിടുത്തം അതിന് നല്ലൊരു ജുഡീഷ്യൽ അന്വേഷണം നടത്തി കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരട്ടെ, ജനങ്ങൾ അറിയട്ടെ, തുടർ നടപടി ഉണ്ടാകട്ടെ. അല്ല MP, താങ്കൾ പറഞ്ഞ വാക്കുകളിൽ കുറച്ച് ഗൗരവമുള്ള സ്വഭാവത്തിലുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ടല്ലോ. അതായത് പുതിയ കെട്ടിടങ്ങൾ വരുന്നു, കെട്ടിടങ്ങൾക്കകത്ത് പുതിയ നിർമ്മാണങ്ങൾ വരുന്നു. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു കോഴിക്കോട്ടെന്ന് താങ്കൾ ചോദിക്കുമ്പോൾ അഴിമതി പ്രവർത്തിക്കുന്നുണ്ട് കോർപ്പറേഷന്റെ അറിവോടുകൂടി എന്നാണോ താങ്കളുടെ ആരോപണം? ഞാൻ ഇത് ഈ കൗൺസിൽ വന്നിട്ടുള്ള ഒരു ചർച്ചയെ കുറിച്ച് ഞാൻ പത്രത്തിൽ വായിച്ചു. 4000-ഓളം, അതിപ്പോ വിജിലൻസ് കേസ് നടക്കാണ്. അവരുടെ പേരിൽ വിജിലൻസ് കേസെടുത്ത് 4000-ൽ പരം ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കോർപ്പറേഷൻ അനുമതിയില്ലാതെ തന്നെ വ്യാജ നമ്പറിട്ട് കെട്ടിടങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത്ഭുതമല്ലേ? ഒരു കോർപ്പറേഷന്റെ കീഴിൽ ഉണ്ടാകുന്ന പറഞ്ഞാൽ അത്ഭുതമല്ലേ? അപ്പോൾ ഇവിടെ എന്തുമാകാം എന്നൊരവസ്ഥ വരുന്നുണ്ടെങ്കിൽ ഇത് ഗുരുതരമായ അവസ്ഥ ഗുരുതരമായ സ്ഥിതിവിശേഷം ഈ കോർപ്പറേഷനകത്ത് വന്നിരിക്കുകയാണ്. ഇതിനെ ചോദിക്കാനും പറയാനും ആളില്ലാത്തൊരവസ്ഥ. ഇത് കൃത്യമായി മോണിറ്ററിങ് ചെയ്യാൻ കഴിയുന്നില്ല. ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരി, വളരെയധികം നന്ദി ശ്രീ MK രാഘവൻ MP. താങ്കൾ യാത്രക്കിടയിലാണെന്ന് എനിക്കറിയാം. ഞങ്ങൾ വിളിച്ച സമയത്ത് താങ്കൾ പ്രതികരിച്ചതിന് വളരെയധികം നന്ദി. താങ്കൾ ഉന്നയിച്ച ആക്ഷേപങ്ങൾ, താങ്കൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ, ഉന്നയിക്കപ്പെട്ട അഴിമതി ആരോപണം അടക്കമുള്ള ആരോപണങ്ങൾ, ഈ കാര്യങ്ങളിൽ മറുപടി പറയാൻ കോഴിക്കോട് ഡെപ്യൂട്ടി മേയർ ഇന്ന് ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം ഉണ്ട്. ഞാൻ അദ്ദേഹത്തിലേക്ക് വരാം. ഞാൻ താങ്കൾ കൈ ഉയർത്തുന്നത് കണ്ടു, ഞാൻ താങ്കളിലേക്ക് വരാം. കോഴിക്കോട്ടെ തീപിടുത്തത്തിന് പിന്നിൽ അട്ടിമറി ഉൾപ്പെടെ സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യം പൂർണ്ണമായി പരിശോധിക്കണം എന്നാണ് ശ്രീ MK രാഘവൻ MP അല്പം മുൻപ്
വിനിങ്ങിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം നൽകിയപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ ഏതാനും കാലത്തിനിടയിൽ കോഴിക്കോട്ട് 4000-ഓളം കെട്ടിടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അനധികൃതമായ ലൈസൻസ്, വ്യാജ നമ്പറുകളിട്ട് ഈ കെട്ടിടങ്ങൾ വന്നിട്ടുണ്ട്. അതെങ്ങനെ സംഭവിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. എന്തുകൊണ്ടാണ് അഗ്നിരക്ഷാ സംവിധാനങ്ങൾ ഈ കെട്ടിടങ്ങളിൽ ഉണ്ടാകാതെ പോയത്, എന്തുകൊണ്ടാണ് ഒരു ഫയർ ഓഡിറ്റ് ഇക്കാര്യത്തിൽ നടക്കാതെ പോയത് എന്ന കാര്യവും പരിശോധിക്കണം. അതുകൊണ്ട് ഇക്കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തുന്ന ഒരു ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം ആവശ്യപ്പെടുകയാണ്. UDF നേരത്തെ അടൂർ പ്രകാശ് നേരത്തെ ഈ ആവശ്യം മുന്നോട്ട് വെച്ചതാണ്. ഇപ്പോൾ MK രാഘവൻ MP അത് ആവർത്തിച്ചിരിക്കുന്നു. മാത്രമല്ല ഇതിലൂടെ പുറത്തുവരുന്ന കണ്ടെത്തുന്ന വിവരങ്ങൾ, അതിലെ റിപ്പോർട്ട് പൊതുജനത്തിന് മുന്നിൽ വെക്കണം എന്നാണ് അദ്ദേഹം ഇന്നിപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. കോഴിക്കോട്ടെ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ശ്രീ മുസാഫിർ അഹമ്മദ് ഇതെല്ലാം കേട്ട് അദ്ദേഹം ഈ ചർച്ചയിൽ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മറുപടി നമുക്ക് കേൾക്കാം. ശ്രീ മുസാഫിർ അഹമ്മദ്, വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്ന സംശയം ഒരു ആരോപണമായി ഉന്നയിക്കുകയാണ് ശ്രീ MK രാഘവൻ. 4000-ൽ പരം കെട്ടിടങ്ങൾ വ്യാജ നമ്പറുകളിട്ട് വന്നത്, എന്തുകൊണ്ട് ഒരു ഫയർ ഓഡിറ്റ് നടക്കുന്നില്ല, ഈ കാര്യങ്ങളിലൊക്കെ ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. അതിനെ താങ്കൾ സ്വാഗതം ചെയ്യുമോ? ഇപ്പോൾ MK രാഘവൻ്റെ MP-യുടെ പ്രതികരണത്തോടെ കോഴിക്കോട്ടെ തീപിടുത്തമല്ല പ്രശ്നം, ഉദ്ദേശം വ്യക്തമായി പുറത്തു വന്നല്ലോ. ഇപ്പോൾ 24 ചർച്ച കൃത്യമായും കോഴിക്കോട്ടുണ്ടായ തീപിടുത്തത്തിൻ്റെ ദാരുണമായ ഒരു വശം വെച്ച് ഇത്തരം കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരുമ്പോൾ MK രാഘവനിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയ മാനങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ അത് UDF-ഉം കോൺഗ്രസും ഒക്കെ ഏത് അന്വേഷണം ആവശ്യപ്പെടട്ടെ. ഇവിടെ MK രാഘവൻ പറയുന്നത് കേട്ടു, ഈ മെഡിക്കൽ കോളേജിൽ തീപിടുത്തമുണ്ടായി. ഈ തീപിടുത്തം നമ്മുടെ രാജ്യത്തും നമ്മുടെ നാട്ടിലും ആദ്യത്തെ സംഭവമല്ല, ഇനി സംഭവിക്കാതിരിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ചിന്ത. പക്ഷേ ഇതിനകത്ത് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ പരിശോധന നടത്തി ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ വരാതിരിക്കാനുള്ള ക്രിയാത്മകമായ ഒരു ചർച്ചയാണ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ഈ എല്ലാ തീപിടുത്തങ്ങൾക്കും കാരണം പിന്നെ കോർപ്പറേഷൻ്റെ അല്ലെങ്കിൽ ഭരണാധികാരികളുടെ പരിശോധനയുടെ കുറവാണെങ്കിൽ തീർച്ചയായും പരിശോധന കർശനമാക്കണം. ഒരു നിസ്സഹായാവസ്ഥയും ഞാൻ പ്രകടിപ്പിച്ചിട്ടില്ല. ശക്തമായ നടപടി വ്യാപാരി സുഹൃത്തുക്കൾ വ്യക്തമാക്കിയത് കുറച്ചുകൂടി ഞാൻ പറയാം. കോഴിക്കോട്ടെ കഴിഞ്ഞ കാല തീപിടുത്തങ്ങളിൽ മിഠായിത്തെരുവിൽ 2 തീപിടുത്തമുണ്ടായി. അവസാനത്തെ തീപിടുത്തം OSS കോമ്പൗണ്ടിലാണ്. ഇത് കോർപ്പറേഷൻ കെട്ടിടത്തിലാണോ? ഇതെല്ലാം കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾക്ക് മുമ്പേ, പതിറ്റാണ്ടുകൾക്ക് മുമ്പേയുള്ള എല്ലാ നിയമങ്ങളും നടപ്പിലാക്കി വരുന്നതിന് മുമ്പേയുള്ള പുരാതനമായ നഗരത്തിൽ, കോഴിക്കോട് പോലുള്ള നഗരത്തിലെ കച്ചവട കേന്ദ്രങ്ങളിൽ ഈ പറയുന്ന മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഈ OSS കോമ്പൗണ്ടിൻ്റെ തീപിടുത്തമുണ്ടായതിനു ശേഷം വ്യാപാരി സുഹൃത്തുക്കളെ വിളിച്ച് വിശദമായ ചർച്ച, നടപ്പാക്കുന്ന കർശനമായ നിലപാട് എല്ലാം ഇതേ നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഇവിടെ ബഹുമാനപ്പെട്ട മേയറുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ശക്തമായ നിലപാട് സ്വീകരിച്ചില്ലേ? സാവകാശം വേണം. ഇപ്പോൾ മിഠായിത്തെരുവിനെ കുറിച്ച് വ്യാപാരി സുഹൃത്ത് പറഞ്ഞു, ശരിയാണ്. പറയാതെ പോയത് OSS കോമ്പൗണ്ടിലെ അതിദാരുണമായ തീപിടുത്തത്തിൽ ഫയർ എഞ്ചിൻ കടന്നു വരാൻ കഴിഞ്ഞില്ല. ഈ കാരണങ്ങളിൽ ഉത്തരവാദി കോർപ്പറേഷനാണോ? അവിടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ നടപ്പാക്കണം, ഇന്നിൻ്റെ കാര്യം നടപ്പാക്കണമെന്ന് വ്യാപാരി സുഹൃത്തുക്കളോട് പറഞ്ഞ് സമയം ആവശ്യപ്പെട്ടു. അല്പസമയം ആ കാര്യങ്ങളിൽ സമയം വന്നു. നാളെ തന്നെ കോർപ്പറേഷൻ ശക്തമായ നടപടി സ്വീകരിക്കാൻ തയ്യാറാണ്, ഒരു സംശയം വേണ്ട. കോഴിക്കോട് നഗരത്തിലെ സുരക്ഷാ മാനദണ്ഡങ്ങളില്ലാതെ ഒരു കടയും പ്രവർത്തിക്കാൻ പാടില്ല എന്ന നിയമപരമായ നടപടി കൈക്കൊള്ളാൻ ഒരു നിസ്സഹായാവസ്ഥയുടെ പ്രശ്നം കോർപ്പറേഷൻ സ്വീകരിക്കുമ്പോൾ എല്ലാവരും. മുസാഫിർ അഹമ്മദ്, കുറച്ച് സമയമേ ഉള്ളൂ, താങ്കൾ മുഴുമിപ്പിച്ചോളൂ. ഞാൻ പെട്ടെന്നൊരു ബ്രേക്ക് കയറേണ്ടി വന്നുകൊണ്ടാണ്, പറയൂ. ഓക്കെ ഞാൻ പറഞ്ഞു വന്നത് MK രാഘവന്റെ പ്രതികരണത്തോടെ ഇത് ഈ തീപിടുത്തവും രാഷ്ട്രീയവൽക്കരിക്കണം, സർക്കാരിനെയും കോർപ്പറേഷന് മേലെ കെട്ടിവെക്കണം. ഇപ്പോൾ അനധികൃത കെട്ടിടത്തെക്കുറിച്ച് ബന്ധിപ്പിച്ച് പറഞ്ഞു. അനധികൃത കെട്ടിടത്തിൻ്റെ കേസ് കണ്ടുപിടിച്ച് വിജിലൻസിന് കൊടുത്തത് കോഴിക്കോട് കോർപ്പറേഷനല്ലേ? MK രാഘവന്റെ കണക്ക് തെറ്റി. 4000 ചില്ലാനും അനധികൃത കെട്ടിടം കോർപ്പറേഷൻ്റെ ആകെയുള്ളതാണ്. അനധികൃത കെട്ടിടം എന്ന് പറയുന്നത് സാധാരണ പ്ലാനിന് വിരുദ്ധമായി എടുത്താൽ UAC നമ്പറാണ്. അത് എല്ലാ കോർപ്പറേഷനിലും MK രാഘവൻ കണക്കെടുക്കട്ടെ, അതിൻ്റെ ശരാശരി കോഴിക്കോട് കോർപ്പറേഷനിലുണ്ട്. സാധാരണ വീട് പ്ലാനിന് വിരുദ്ധമായി എടുത്താൽ, ചെറിയ കെട്ടിടം എടുത്താൽ. പക്ഷേ ഇവിടെ നേരത്തെ ഉണ്ടായ വ്യാജ കെട്ടിട നമ്പർ കേസിൽ 4000-ഓളം ഉണ്ട് എന്ന് MK രാഘവൻ പെരുപ്പിച്ച് പറയുന്നു. അതിലുള്ള 300-ഓളം ഫയലുകൾ കണ്ടുപിടിച്ച് നടപടി സ്വീകരിക്കാൻ പോലീസിനും വിജിലൻസിനും കൈമാറിയത് KPCC കൊടുത്ത ലിസ്റ്റ് പ്രകാരമല്ല. MK രാഘവനല്ല പരാതി കൊടുത്തത്. കോഴിക്കോട് കോർപ്പറേഷൻ്റെ കൗൺസിലിൻ്റെ തീരുമാനപ്രകാരം കോർപ്പറേഷനാണ് പോലീസിൽ പരാതി കൊടുത്തത്.
ആ ധീരമായ നിലപാട് വ്യാജ കെട്ടിട നമ്പർ കേസിലെടുത്തത് ശരി. കോർപ്പറേഷനാണ്. ഒരു അഴിമതിക്കും കൂട്ടു നിൽക്കാതെ ബഹുമാനപ്പെട്ട ശരി ശ്രീ മുസാഫിർ, ഞാനൊന്ന് ഇടപെടുകയാണ്. ശ്രീ മുസാഫിർ, കെട്ടിടങ്ങളിലെ സുരക്ഷാ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. ശരി. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. പഴയ കെട്ടിടങ്ങളിലെ അപകടാവസ്ഥ കണക്കിലെടുത്ത് അവിടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നുണ്ടെങ്കിൽ ശ്രീ എം കെ രാഘവൻ കോഴിക്കോട്ടെ കോർപ്പറേഷന്റെ ഏറ്റവും 60 വർഷത്തോളം പഴക്കമുള്ള പ്രധാനപ്പെട്ട കെട്ടിടം അപകടാവസ്ഥയിലും അതേപോലെ തന്നെ സുരക്ഷാ പ്രശ്നമുള്ള കെട്ടിടം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാനുള്ള നീക്കത്തിൽ ശ്രീ എം കെ രാഘവനല്ലേ തടസ്സപ്പെടുത്തി നിൽക്കുന്നത്? ശരി ശരി ശ്രീ എ സജീവൻ എന്ത് തിരുത്തലുകളാണ് സജീവൻ സാർ എന്ത് തിരുത്തലുകളാണ് നമ്മൾ വരുത്തേണ്ടത്? സജീവൻ സാർ ഒരു മിനിറ്റ്. ശ്രീ മുസാഫിർ, സജീവൻ സാർ എന്ത് തിരുത്തലുകളാണ് നമ്മൾ വരുത്തേണ്ടത്? ഇതിൽ വേണ്ട കാര്യം എന്ന് പറയുന്നത് എം കെ രാഘവൻ പറഞ്ഞ പോലെ ഈ എളുപ്പത്തില് ഈ ജുഡീഷ്യൽ അന്വേഷണം നടത്തി ഒരു പരിഹാരം ഉണ്ടാവാൻ പോകുന്നില്ല. ഇവിടെ കൃത്യമായിട്ടും നിയമപരമായിട്ട് മാത്രമേ കെട്ടിടങ്ങൾക്ക് അനുമതി കൊടുക്കൂ. ഫയർഫോഴ്സിന്റെ അനുമതി ഇല്ലാത്ത ഒരു കെട്ടിടത്തിനും പ്രവർത്തിക്കാൻ അനുമതി കൊടുക്കില്ല എന്ന് തീരുമാനിച്ചാൽ പ്രശ്നം പരിഹരിക്കാവുന്ന. അവിടെ വ്യാപാരികളും സഹകരിക്കണം, കോർപ്പറേഷന് തയ്യാറാവണം. അങ്ങനെ ആണെങ്കിൽ മാത്രമേ പരിഹാരം ഉണ്ടാവുള്ളൂ. 2007 ഈ ഒന്നാമത്തെ മിഠായി തെരുവ് തീപിടുത്തത്തിന് ശേഷം അന്നൊക്കെ പറഞ്ഞിരുന്നൊക്കെ ചെയ്യുന്നു, പക്ഷെ ഇതുവരെ ഉണ്ടായില്ല. അതിലേക്ക് പോകാനെങ്കിൽ ഇനിയെങ്കിലും തയ്യാറാവണമെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, കോഴിക്കോട്ടെ തീപിടുത്തമെങ്കിലും നമ്മുടെ കണ്ണു തുറപ്പിക്കണം. കെട്ടിടങ്ങൾ അനധികൃതമായി നിർമ്മിക്കുകയോ അനധികൃത നിർമ്മാണങ്ങൾ കെട്ടിടങ്ങൾക്കകത്ത് ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താനും പരിഹരിക്കാനും തിരുത്തലുകൾ വരുത്താനും അധികൃതർ ഇനി മടി കാണിച്ചുകൂടാ. കാരണം ജനങ്ങളുടെ ജീവൻ വെച്ചാണ് നമ്മൾ കളിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു അവസാനത്തെ സംഭവമാകട്ടെ. ഇനി ഇതിനൊരു മാതൃകാപരമായ ഇടപെടൽ ഉണ്ടാകട്ടെ. ആ ശുഭപ്രതീക്ഷ നമുക്ക് കൈവിടാതെ കാത്തു സൂക്ഷിക്കാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ന്യൂസ് ഈവനിംഗ് ഇവിടെ പൂർത്തിയാകുന്നു.